നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃപ്പൂണിത്തുറയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാത്തതിൽ സോഷ്യൽ മീഡിയയിലടക്കം പ്രതിഷേധം കനക്കുകയാണ്. വിഷയത്തിൽ നടി സാമന്തയെ കുറിപ്പ് പങ്കുവച്ച് രംഗത്തെത്തി. അധിക്ഷേപവും പീഡനവും റാഗിങ്ങും നിരുപദ്രവകരമായ സമ്പ്രദായങ്ങളല്ലെന്നാണ് മിഹിറിന്റെ ദുരന്തപൂർണമായ മരണം ഓർമ്മിപ്പിക്കുന്നത്. അത് അക്രമമാണ്. മാനസികവും വൈകാരികവും ചിലപ്പോൾ ശാരീരികവുമായ അക്രമം. നമുക്ക് ശക്തമായ റാഗിംഗ് വിരുദ്ധ നിയമങ്ങളുണ്ട്. എന്നിട്ടും നമ്മുടെ കുട്ടികൾ നിശബ്ദരാകുന്നു, സംസാരിക്കാൻ ഭയപ്പെടുന്നു, അനന്തരഫലങ്ങളെ ഭയപ്പെടുന്നു, ആരും കേൾക്കാനില്ലെന്ന് കരുതുന്നു. നമ്മൾ എവിടെയാണ് പരാജയപ്പെടുന്നത്? വെറും അനുശോചനം കൊണ്ട് ഇതിനെ നേരിടാൻ കഴിയില്ല. നടപടി വേണം. അധികാരികൾ ഇടപെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സത്യത്തെ സംവിധാനങ്ങൾ നിശബ്ദമാക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. മിഹിർ നീതിക്ക് അർഹനാണ്. അടിയന്തര നടപടി സ്വീകരിക്കണം. എവിടെ അധിക്ഷേപം കണ്ടാലും പ്രതികരിക്കാൻ തന്റെ ഫോളോവേഴ്സിനോട് സാമന്ത അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇരയെ പിന്തുണയ്ക്കുക. നിശബ്ദത അധിക്ഷേപത്തെ പിന്തുണയ്ക്കുന്നു. ഇത്തരം ആക്രമണങ്ങൾ നേരിട്ടാൽ സഹായം തേടുക. എപ്പോഴും ഒരു വഴിയുണ്ട്. ഭയവും വിധേയത്വവുമല്ല, സഹാനുഭൂതിയും ദയയും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാം. മിഹിറിന്റെ മരണം തിരിച്ചറിവിന് വഴികാട്ടിയാവും. അവന് നീതി ഉറപ്പാക്കുക എന്നത് മറ്റൊരു വിദ്യാർത്ഥിക്കും ഇതേ വേദന സഹിക്കേണ്ടി വരില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ്. അത്രമാത്രം നാം അവരോട് കടപ്പെട്ടിരിക്കുന്നു. ജസ്റ്റിസ് ഫോർ മിഹിർ എന്നാണ് സാമന്ത കുറിച്ചത്. സഹപാഠികളുടെ ക്രൂരമായ റാഗിംഗ് ആണ് ആത്മഹത്യക്ക് പിന്നിലെന്ന് ആരോപിച്ച് മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ സഹിതം മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ മാസം 15-നാണ് തൃപ്പൂണിത്തുറയിൽ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന മിഹിർ എന്ന 15-കാരൻ ഫ്ളാറ്റിന്റെ 26ാം നിലയിൽ നിന്ന് ചാടി മരിച്ചത്. തിരുവാണിയൂരുള്ള ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മിഹിർ. കുട്ടിയെ സ്കൂൾ ബസ്സിൽ വെച്ച് സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചു. വാഷ്റൂമിൽ കൊണ്ടുപോയി ക്ലോസറ്റ് നക്കിച്ചു. മുഖം അമർത്തിവെച്ച് ഫ്ലഷ് അമർത്തി. തുടർന്നുണ്ടായ മാനസിക ശാരീരിക പീഡനം സഹിക്കവയ്യാതെയാണ് മിഹിർ ജീവനൊടുക്കിയതെന്ന് മാതാവിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. റാഗിംഗ് പരാതിയിലെ അന്വേഷണത്തിൽ പോലീസിന് മുന്നിലും വെല്ലുവിളികൾ ഏറെയാണ്. ചാറ്റുകൾ അടങ്ങിയ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് നിലവിൽ ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലാണ്. കുട്ടിയുടെ മരണത്തിൽ ആരോപണ വിധേയരായ വിദ്യാർത്ഥിനിയും ആരാണെന്നും സൂചനയില്ലാത്തെന്നും പോലീസിന് കുഴയ്ക്കുകയാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ ശുചിമുറിയിൽ പോകുമോ എന്നാണ് ഉയർന്ന സംശയം. അതേസമയം ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യുന്നത് എളുപ്പമല്ലെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. സ്കൂൾ അധികൃതർക്കെതിരെ രൂക്ഷമായ ആരോപണം ഉയർത്തിയാണ് കുട്ടിയുടെ കുടുംബം രംഗത്തെത്തിയത്. മരിച്ച മിഹിർ മുഹമ്മദ് കടുത്ത ശാരീരിക പീഡനത്തിനും വർണ്ണവിവേചനത്തിനും ഇരയായി എന്നാണ് കുട്ടിയുടെ അമ്മാവൻ വെളിപ്പെടുത്തിയത്. കുട്ടി നേരത്തെ പഠിച്ച ജെം സ്കൂളിൽ നിന്നും മാനസിക പീഡനം നേരിട്ടിരുന്നെന്ന് കുടുംബം ആരോപിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരിൽ നിന്നേറ്റ മാനസിക പീഡനത്തെ തുടർന്നാണ് സ്കൂൾ മാറി കുട്ടിയെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ എത്തിച്ചത്. എന്നാൽ അവിടെ നേരിടേണ്ടി വന്ന പീഡനമാണ് കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കുടുംബം കരുതുന്നത്. മരണശേഷം കുട്ടിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും സ്കൂളിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ച ചില ചർച്ചകളിൽ സ്ക്രീൻഷോട്ടും ചേർത്താണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സ്കൂൾ അധികൃതരിൽ നിന്നും ചില വിദ്യാർത്ഥികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. വീട്ടിൽ കുട്ടി ഏതെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിരുന്നോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.